നമ്മളൊരു ക്ഷയിച്ച നായർ ഫാമിലി അല്ല. പണ്ടേ ഇങ്ങനെയായിരുന്നു. തൊണ്ടും കയറുമായിട്ടുള്ള ഒരു ജീവന മാർഗത്തിൽ കൂടെ വന്ന സാധാരണ കുടുംബമാണ്. അപ്പോൾ അവിടെ അങ്ങനെ ആ ഒരു കമ്മ്യൂണിറ്റിയോ അങ്ങനെ ഒരു കാര്യമൊക്കെ പിന്നീടാണ് നമ്മൾ മനസ്സിലാവുന്നത്. ഇതൊന്നും ജീവിത നിലവാരം എന്നൊക്കെ പറഞ്ഞ ആ ഒരു രീതിയിൽ അന്നന്ന് കിട്ടുന്ന ഒരു കൂലി ഉണ്ടെങ്കിൽ അന്നത്തെ കുടുംബം കഴിയും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബീഫ് ആസ്വദിച്ച് കഴിക്കുന്ന മലയാളികളാണല്ലോ. അന്ന് ഈ മട്ടൻ അഫോർഡബിലിറ്റി എന്ന് പറഞ്ഞ് ഭയങ്കര പാടാണ്. ഏറ്റവും റിച്ച് ആയിട്ടുള്ളവരാണ് മട്ടൻ. ഗൾഫിൽ നിന്നൊക്കെയുള്ള ഇങ്ങനെ പണമൊക്കെ വന്നു തുടങ്ങിയിട്ടാണ് ഈ പറഞ്ഞ ഭക്ഷണങ്ങളും ചിക്കനൊക്കെ ഇങ്ങനെ എപ്പോഴും എല്ലാ ദിവസവും അല്ല എല്ലാ ഞായറാഴ്ചയും ചിക്കനൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ ടിപ്സ് കിട്ടുമായിരുന്നു. ഡേ 1 മുതൽ 30 രൂപ 40 രൂപ അന്നത്തെ അത് കൂട്ടി വെച്ച് ഒരു 200 രൂപ എന്നൊക്കെ പറഞ്ഞാൽ വലിയ തുകയാണ്. ആദ്യം കിട്ടിയ പൈസക്ക് ആടിനെയാണ് വാങ്ങിച്ചത്. ഷെഫായതിനു ശേഷം എത്രയോ വലിയ ഇവന്റുകൾ ചെയ്തിട്ടുണ്ട്, എത്രയോ വലിയ കല്യാണങ്ങൾ ചെയ്തിട്ടുണ്ട്, എത്രയോ വലിയ പരിപാടി. അപ്പം തീർച്ചയായിട്ടും ഭക്ഷണം പാഴാകുന്ന കാണുന്നത് ഒരു ഏറ്റവും സങ്കടമുള്ളൊരു കാര്യമാണ്. ഇതൊക്കെ കാണുമ്പം നമ്മളുടെയൊക്കെ നാട്ടിൽ അങ്ങനെ ഒരു ജാതീയത ഉണ്ടെന്നോ അല്ലെങ്കിൽ അവിടെ നായർ അല്ലെങ്കിൽ മറ്റ് ജാതി അത് നായരാണെന്നൊക്കെ പിന്നീട് കുറേ നാൾ കഴിയുമ്പോഴാണ് നമ്മൾ പോലും സത്യം ഇപ്പോൾ പിള്ളേന്നുള്ള പേര് വരുന്നത് തന്നെ ഈ സർട്ടിഫിക്കറ്റ് SSLCയിൽ വരുമ്പോഴാണ് അത് അച്ഛൻ്റെ പേരെന്താന്ന് പറയുക, അല്ലെങ്കിൽ നമ്മുടെ പേര് സുരേഷ് എന്നാണ് പറയുക. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു പേരോ അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു ജാതി അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമൊക്കെ കുറേ കഴിഞ്ഞ് ആളുകളെല്ലാം ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴാണ് ഓക്കെ ഇതാണ് എന്നുള്ളത്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു വിശിഷ്ട വ്യക്തിയാണ് ഷെഫ് പിള്ള. നമസ്കാരം സാർ. നമസ്കാരം. എന്നെ സാറിൻ്റെ ചേട്ടാന്ന് വിളിച്ചാൽ മതി. ചേട്ടൻ്റെ ഇന്നലെ 12 എപ്പിസോഡുള്ള സഞ്ചാരം കണ്ടപ്പോൾ അതിലൊരു ഭാഗം, അതായത് BBC-യിൽ ആ കുക്കറി ഷോയിൽ പോകാൻ വേണ്ടിയിട്ടൊരു അവസരം വന്നു. അതിന് ചെന്ന് പ്രിപ്പയർ ചെയ്ത് ടെൻഷൻ അടിച്ചിരുന്ന ഒരാളെക്കുറിച്ച്, എന്നിട്ട് തലേന്ന് രാത്രി ഉറങ്ങിയില്ല, നേരം വെളുത്തപ്പം സാധനം എടുത്തുകൊണ്ട് അവിടെ ചെന്ന് ഒരു മുറിയിൽ ഇരുത്തി എന്ന് പറയുന്നിരുന്നുണ്ട്. അതേ അനുഭവമായിരുന്നു ഇന്നലെ. ഉറങ്ങിയിട്ടില്ല. എനിക്കൊരു ഡേറ്റ് തന്നപ്പം മുതൽ എനിക്ക് കുറച്ച് ഫിസിക്കൽ കണ്ടീഷനും കൂടെ മോശമായിട്ട് പോലും ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ ഇൻ്റർവ്യൂ ഉണ്ട്, ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നോടം വരെ എനിക്കിത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഇപ്പോൾ സാറിൻ്റെ ആത്മകഥയെ പറയുന്ന പോലെ തന്നെ മുള്ളുകൾ താണ്ടി കറി വെക്കാൻ വന്ന് ഇന്ന് ഇല മടക്കുന്ന ഒരു ഭാഗത്തേക്ക് എത്തിയ ഷെഫ് എന്ന് പറയുന്നത് ഇപ്പം വന്ന് നിൽക്കുമ്പോൾ 20 ഔട്ട്ലെറ്റായിട്ട് വന്ന് നിൽക്കുന്നു. എങ്ങനെ തോന്നുന്നു ഒന്ന് പുറകോട്ട് നോക്കുമ്പോൾ? ഞാനിത് ഇപ്പോൾ ഭയങ്കര ഒരു സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരിക്കലും ഈ ഒരു ഹമ്പിൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ ഇതേപോലെ ഞാനതിപ്പോൾ മനസ്സിലാക്കുന്ന ഒത്തിരി ആളുകൾക്ക് നമ്മളെക്കാട്ടിൽ മോശം ഹമ്പിൾ ബിഗിനിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും അത് ഇഷ്ടം വരുന്നത് നമ്മൾ എന്തെങ്കിലും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു അച്ചീവ് ചെയ്യുമ്പോഴാണല്ലോ ആളുകൾക്ക് അത് ഇൻസ്പയർ ആയിട്ട് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ ഞാൻ നോക്കുമ്പം പിറകിൽ ഒരുപാട് ഈ യാത്രകളും സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ ഇങ്ങനൊരു മൊമെൻറ്റ് നിൽക്കുമ്പോൾ ഇതെല്ലാം ഒരു എക്സ്ട്രാ ഓർഡിനറി ബ്ലെസ്സിങ്സ് ആയിട്ടാണ്. അപ്പം ഭയങ്കരമായ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തോന്നേണ്ട ഒരാളാണ്. എൻ്റെ ഒരു ചുറ്റുപാടും ഞാൻ വന്ന രീതിയൊക്കെ വെച്ചിട്ട് എനിക്ക് നല്ലൊരു ജോലി കിട്ടി, അതിനകത്തൊക്കെ നിന്നാൽ തന്നെ ഐ വാസ് സോ ബ്ലെസ്ഡ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്റ്റേജിൽ ഇങ്ങനൊരു ഷെഫ് പിള്ള എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ അറിയുന്ന രീതിയിലെത്തുകയും പിന്നീടൊരു സംരംഭകനാകാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവുകയും അതിനകത്തെ ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുകയും അതിനകത്തൂടെ കുറേ ആൾക്കാരുടെ ലൈഫിൽ നമുക്ക് ഒരു മീനിങ് ഫുള്ളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ വരുമ്പം ഇതെല്ലാം ഇങ്ങനെ നമ്മളെ മോർ പ്രൗഡ് ആവും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ കൂടുതൽ ഹമ്പിളാവും. അപ്പോൾ ഇതൊക്കെ ഒരു കിട്ടേണ്ട ഒരാളാണോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കും. അതിനുള്ളൊരു അർഹത അല്ലെങ്കിൽ അതൊരു ഡിസർവ് ആണോ എന്ന് നോക്കുമ്പോൾ സാർ ആ പറഞ്ഞതില്ലേ ആ ഡിസർവിങ്ങിൻ്റെ ഫാക്ടർ. സാറിൻ്റെ ഇൻ്റർവ്യൂവിനകത്ത് സാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോഴും സാറിന് സഭാകമ്പം ഉണ്ട്. അതായത് ഒരു ലോബിയിൽ ചെല്ലുമ്പോൾ നിൽക്കാനൊരു സഭാകമ്പം ഭയങ്കരമാണ്. അത് എനിക്കും അത് ഭയങ്കരമായിട്ടുള്ള ഒരാളാണ്. കാരണം നമ്മളത് എപ്പോഴും ആലോചിക്കും, ഞാനതിന് അർഹനാണോ? തീർച്ചയായിട്ടും. ഞാനിത് ഇത്രയും നേടിയിട്ടും എന്നിൽ എന്തോ ഒരു നമ്മളൊരു കോംപ്ലക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സോ അല്ലെങ്കിൽ നമ്മളത് അർഹനാണോ എന്നുള്ള തോന്നലിൽ നമ്മളെപ്പോഴും അതിനകത്ത് ഒരു പകച്ചിങ്ങനെ നിൽക്കും. ഞാൻ ചില സമയങ്ങളിൽ എനിക്കിത് ചില വേദികളിലൊക്കെ നമ്മൾ മെയിൻ ഗസ്റ്റായിട്ടൊക്കെ പോകുമല്ലോ, അപ്പോൾ അവിടെ ചിലപ്പോൾ നമുക്കത് ഫീൽ ചെയ്യും, അയ്യോ ഞാനിതിന് ഇങ്ങനെ. അപ്പോൾ നമുക്കുള്ളിലൊരു ഇതാണ്. അപ്പോൾ അത് ഇപ്പോൾ കുറേയൊക്കെ ആയപ്പോൾ അതൊക്കെ മറികടക്കുമല്ലോ. നമ്മൾ ബൈ എക്സ്പീരിയൻസിൽ പല കാര്യങ്ങളും മറികടക്കും. അപ്പോൾ ഇപ്പോഴും വലിയ ഒരു സെലിബ്രിറ്റി എന്നുള്ള നിലയിലൊക്കെ നമ്മളെ അവരെ കാണുമ്പോഴും നമ്മളതല്ല നമ്മുടെ ബോധത്തിലും ഇങ്ങനെ പറയുന്നതാണ് കുറച്ചുകൂടെ സിമ്പിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഇതേപോലെ ഈ സഭാകമ്പം എന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ ഇതിങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ ഒരു കോംപ്ലക്സ്, കാരണം നമ്മൾ വളർന്നു വന്നിട്ട് ഇത് അച്ചീവ് ചെയ്യേണ്ട ആല്ലോ എന്നുള്ള ഒരു ചോദ്യം എപ്പോഴും ഉള്ളിലുള്ള നമുക്ക് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെനിക്കിത് കേട്ടപ്പോൾ തോന്നുന്നത്, നമ്മൾക്ക് കിടക്കാൻ നല്ലൊരു
നല്ലൊരു വീട് ഇല്ലാത്ത സമയത്ത് നമ്മൾ അവിടെ നിന്ന് നമ്മൾ ചെയ്യുന്ന ഒരു ബ്ലാങ്കറ്റ് ആണെങ്കിൽ ഒരു ഹോട്ടലാണെങ്കിലും ഒരു ബ്ലാങ്കറ്റ് ആണെങ്കിലും ഒരു ചൂടുവെള്ളമാണെങ്കിലും സാർ ആദ്യം പറഞ്ഞിരുന്നു ലണ്ടനിൽ പോയപ്പോൾ ചൂടുവെള്ളത്തിൽ കുളിച്ച കഥ, പച്ചവെള്ളത്തിൽ കുളിച്ച കഥ പറഞ്ഞു. നമ്മളിത് അച്ചീവ് ചെയ്യുമ്പോൾ അന്നത്തെ ഒരു കുട്ടിയുണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, ആ കുട്ടിക്കാണ് ഇതുവരെ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. പക്ഷേ ഈ സമൂഹം ഷെഫ് ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ടെൻഷനാണ്, എനിക്ക് ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ഞാൻ ടെൻഷനാണ്. അത് ഞങ്ങൾക്കിടയിൽ ഒരു വലിയൊരാളാവുകയും ഈ പറയുന്ന കൊച്ചിനെ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ കുട്ടീനെ നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് തൃപ്തിപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടോ? അതുണ്ട്. അതിൻ്റെ ഒരു ഹാപ്പിനെസ് നമുക്ക് എപ്പോഴും സ്വന്തമായിട്ട് നമ്മൾ ആ സെൽഫായിട്ട് ഒരു ഹാപ്പി ആവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ രീതിയിൽ ഇപ്പം ഞാൻ വളർന്നു വന്ന ആ സമയത്ത് നമ്മൾ ആദ്യം ഉദ്ദേശിച്ച കുറേ സ്വപ്നങ്ങൾ, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പോകുന്നു, അല്ലെ നമ്മൾ സ്വപ്നം കണ്ടതിനേക്കാട്ടി കൂടുതൽ വേറെ വഴി യാത്രയിലൂടെ നമ്മുടെ ഈ ഒരു ലൈഫ് ജേണിയിൽ കണ്ടെത്തുന്നു. അപ്പോൾ അതൊക്കെ നമ്മളെ എപ്പോഴും അമ്യൂസ് ചെയ്യും ഭയങ്കരമായിട്ട്. അത് ഓരോ സമയത്തും ഞാൻ ഓരോ സംഭവങ്ങൾ, ഇപ്പം ഓരോ ലൈഫ് ഇവൻറ്റിൽ ഓരോ ഹാപ്പി ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചെന്താ പറയുക, മറ്റുള്ളവരെ ഒരു ചെറിയ കാര്യത്തിൽ പോലും ഞാൻ ഭയങ്കര ഹാപ്പി ആവുന്ന ആളാണ്. അപ്പോൾ ആ ഹാപ്പി ആവുന്ന ഇവൻറ്റ്സുകൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ആകുമ്പോൾ നമുക്ക് എപ്പോഴും ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ പറഞ്ഞ ആ കുട്ടി, അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ഓരോ മനുഷ്യനും അതിൻ്റേതായ കുറേ ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെല്ലാം ഒരു വൈൽഡ് ആനിമലായിട്ട് മാറി ഒരു സാമൂഹ്യ ജീവിയായിട്ട് മെൻറ്റർ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ് അല്ലേ നമ്മുടെ സമൂഹത്തിൽ. ഇത് പാടില്ല അത് പാടില്ല അത് കണ്ടീഷൻ ചെയ്ത് വന്നത്. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഓരോരുത്തരുടെ ആ ഒരു ചിന്തയിൽ നമ്മുടെ ആ വൈൽഡായിട്ടുള്ള ചിന്തയായാലും എന്തോ ആയാലും അതിനകത്ത് നമ്മൾ കണ്ടെത്തിയ ഇതൊക്കെ വന്ന് ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് കറക്റ്റ് സാറ്റിസ്ഫൈഡ് ആയിട്ട് കൊണ്ടിങ്ങനെ പോവുകയാണ്. അത് ഞാൻ ചോദിക്കാനുള്ളൊരു കാരണം, അത് ഫസ്റ്റ് ജീവിതത്തിൽ ആദ്യത്തെ അല്ലെങ്കിൽ ഷെഫ് പിള്ളയ്ക്ക് പറഞ്ഞ പോലെ ഒരു കറി ഒരുക്കാൻ ഫസ്റ്റ് കൂട്ടായത് ആ ചേച്ചിയുടെ കടയിൽ, ശ്യാമള ചേച്ചിയുടെ ആ പുട്ടുണ്ടാക്കുന്ന കടയിൽ നിന്നതാണ്. അപ്പം ഞാൻ ഈ കഥ ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു കൊച്ചു പയ്യൻ 6ാം ക്ലാസ്സിൽ ആ പഠിക്കുന്ന പ്രായത്തിൽ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കളിക്കാൻ പോവാം, അതിന് പോവാണ്ട് ഇത്ര മണിക്കൂർ ഉറങ്ങും, 7 മണി അവിടെ ചെന്നിട്ട് എൻ്റെ ഇത്ര മണിക്കൂർ ഉറങ്ങാം, 7 മണി തൊട്ട് 12 മണി ഉറങ്ങാം. ഉറക്കത്തിൽ നിന്ന് പിന്നെ എണീക്കുന്നത് എന്തിനാണ്? വേണമെങ്കിൽ നമുക്ക് ഉറങ്ങാം, കൂട്ടുകിടക്കാനല്ലേ വിളിച്ചിട്ടുള്ളൂ, നമ്മളിങ്ങനെ ഒരാളവിടെ ഉണ്ട് എന്നുള്ള സേഫ്റ്റിക്ക് നിൽക്കാം. പക്ഷെ അതിനുപരി എണീറ്റ് നിന്നിട്ട് അവരെ കാണുക, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക, അവർക്ക് വേണ്ട പുട്ടുണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് തുടയ്ക്കുന്നതായിരിക്കാം ടേബിള്, അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊടുക്കുന്നതായിരിക്കാം. നമ്മൾ അവിടെ നിന്നാണ് ഇത് ലേൺ ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിൽ ശ്യാമള ചേച്ചിയുടെ ആ ഒരു ഇതിൽ എനിക്കൊരു പയ്യൻ, ഇപ്പം എനിക്കൊരു സിനിമാറ്റിക് ലെവലിൽ പറയുന്ന ഒരു പയ്യൻ അതെടുത്ത് കൊണ്ടു നടക്കുന്നൊരു എനിക്കൊരു ഫീലുണ്ട്. ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ആ ചേച്ചി എന്തൊക്കെയോ ചുമക്കുന്നു. ഞാൻ എൻ്റെ ബാക്കിയുള്ള സാധനം ചേച്ചി തലയിൽ അരിമാവും, ഏറ്റവും ബാക്കി പയറ്, അതിൻ്റെ സാധനങ്ങൾ, ആ സഞ്ചിക്കകത്തുള്ള സാധനങ്ങളെല്ലാം എൻ്റെ നിലയിലും ഉണ്ടാവും. വേറെ ഞങ്ങൾ രണ്ടുപേരുടെ ഇങ്ങനെ ഒരു 15 മിനിറ്റ് നടക്കണം. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കായൽവാരമാണ്. അപ്പം കുറച്ച് ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ആ കായലിൻ്റെ അരികിൽ പോയിട്ട് നമ്മളിതെല്ലാം സെറ്റ് ചെയ്യുകയാണ്. എല്ലാ ദിവസവും ഒരു കാര്യമാണ്. അതിലേറ്റവും ഞാൻ അപ്പോൾ അവിടെ ചെന്ന് ഈ പറഞ്ഞ ഒരു 7 മണിയാകുമ്പോൾ ഒരു ഇരുട്ടൊക്കെ എത്തുമ്പോഴാണ് എല്ലാം സെറ്റപ്പ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കിടന്നങ്ങ് ഉറങ്ങും. എപ്പോഴെങ്കിലും ആ സമയങ്ങളിൽ ഇപ്പം നമുക്കൊന്നും അറിയില്ല, നമുക്ക് പൈസ ഉണ്ടാക്കണം, കാരണം പട്ടിണിയാണ്, അത് മാറണം. അതെ, ഈ പൈസ ഉണ്ടാക്കാൻ ഇതൊരു മാർഗ്ഗമാണ്, അല്ലെങ്കിൽ ഇതൊരു നമ്മൾ പറയുന്നത് ചെറിയൊരു തുടക്കമാണ്. അല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെയ്യണം ആ മൈൻഡിൽ. ഇപ്പം നമ്മൾ ചെറുതായിരിക്കുമ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ഇന്ന് 10 രൂപ കിട്ടും, 20 രൂപ കിട്ടും, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ പൈസയുടെ ആവശ്യം നമുക്ക് വരുമല്ലോ. അപ്പോൾ പണത്തിൻ്റെ വേറെ പണം കിട്ടാൻ ഒരു മാർഗ്ഗം ഇല്ലാണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ അന്നും ഈ ഓപ്പർച്യൂണിറ്റി തേടി പോകാന്നുള്ളതാണ് എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളതാണ്. നമ്മുടെ മുമ്പിൽ അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റിയാണ്. അത് ഓരോരുത്തരുടെ ലെയർ അനുസരിച്ചിട്ട് വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ശരണ്യ പണ്ടൊരു ഓൺലൈൻ ഇൻ്റർവ്യൂവർ ആയിട്ട് ഒരു ചാനലിൽ വന്ന പോലുള്ളൊരു ഓപ്പർച്യൂണിറ്റി അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ ആ ലെയർ മാറുന്നതനുസരിച്ചിട്ട് അന്നൊരു 10 രൂപ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയുടെ ഇടയിൽ 50 രൂപ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടായേക്കാം. നമ്മളത് എക്സ്പ്ലോർ ചെയ്ത് പോകാത്തതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഷെഫ് പിള്ളയായിട്ട് ആദ്യത്തെ ഒരു 20 വർഷം ജോലി ചെയ്തു. അപ്പോൾ ഒരു ഫസ്റ്റ് റെസ്റ്റോറൻറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ കണ്ടിട്ട് എനിക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റി വന്നപ്പോഴാണ് ഞാനത് എക്സ്പ്ലോർ ചെയ്തത്. അതിവിടെ ഉള്ളതാണ്. അപ്പോൾ എനിക്കെല്ലായിടത്തും പറയാനുള്ളത്, നമ്മളെപ്പോഴും ഡിസപ്പോയിൻ്റ് ആയിട്ട് അല്ലെ നമ്മളുടെ പല കാര്യങ്ങളും പഠിച്ച് അല്ലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇത് എക്സ്പ്ലോർ അല്ലെങ്കിൽ അത് അവസരം വിനിയോഗിക്കാനായിട്ടുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു ശ്രമം നടക്കുമ്പോഴാണ് ഈ ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ നിന്ന് ഇത് എക്സിസ്റ്റായിട്ട് ഇവിടെ ഉണ്ട്. എല്ലാവർക്കും കൈയെത്തുന്ന ദൂരത്തിൽ പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിൽ ചിലർക്കത് എത്തപ്പെടാൻ പറ്റാത്തതിൻ്റെ കാര്യമാണ്. എൻ്റെ ഒരു ലൈഫിലെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഓരോ സമയത്തും അപ്പോൾ ഞാൻ കണ്ട ആ ഒരു ശ്യാമള ചേച്ചിയുടെ കടയിൽ പുട്ടുപുഴുങ്ങി ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറച്ച് നാൾ കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു മേഖലയിലേക്ക് എത്തപ്പെട്ടതാണ്. അപ്പോൾ അത് എത്തിയതെല്ലാം ഇങ്ങനെ കറക്റ്റ് ഓപ്പർച്യൂണിറ്റി തേടി പോകുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു, വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വളരെ
നമ്മളിങ്ങനെ തേടിക്കൊണ്ടേ ഇരിക്കണം എന്താണ് എന്താണ് അതിൽ ഒരിക്കൽ പറഞ്ഞിട്ട് നിങ്ങളുടെ അവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ചാളയാണ്. ചാളയല്ല കൂടുതൽ കിട്ടും, എല്ലാം കിട്ടും, ചാളയാണ് ഏറ്റവും ചീപ്പ്. അതല്ല ചീപ്പ്. അതായത് നിങ്ങൾ കായൽ സൈഡിലായതുകൊണ്ട് എല്ലാം കിട്ടും, പക്ഷെ നമ്മുടെ വീട്ടിൽ നമുക്ക് കിട്ടുന്നത് ചാളയാണ്, അല്ലെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ. ഇപ്പം അമ്മയുടെ അച്ഛൻ്റെ കാര്യമാണ്. അമ്മ കയറ് വിരിക്കാൻ പോകുന്നു, അച്ഛൻ കൂലിപ്പണിക്കാരനാണ്. ഇപ്പം ഷെഫ് പിള്ള എന്നുള്ളൊരു ഇതിൽ, അതായത് സുരേഷ് ശശിധരൻ പിള്ള എന്നാണ് സാറിൻ്റെ മുഴുവൻ പേര്. ഓക്കെ. ഇപ്പം എനിക്ക് തോന്നുന്നു സാറ് ഒക്കെ ജനിച്ച ആ കാലഘട്ടത്തിൽ ഇപ്പം ഈ പറയുന്ന കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളുകൾ ഇത്രയും അതായത് ഞാനിങ്ങനെ പറയാം, ഇപ്പം സാറ് താമസിച്ച അഷ്ടമുടി കായലില്ലേ, ആ കായലിൻ്റെ പരിസരത്തുള്ള സാധാ ആൾക്കാരാന്ന് പറയുന്നുണ്ട്. ഈ ബോട്ടിൽ വരുന്ന അന്നത്തെ ലാറ്റിൻ മത്സ്യത്തൊഴിലാളികൾ, ലാറ്റിൻ ക്രിസ്ത്യൻസ്. അവരുടെ വീടുകളിൽ അവർക്കും ഈ പറയുന്ന പട്ടിണി പരിവട്ടങ്ങളെല്ലാം ഉണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിലും ഉണ്ട്. അപ്പം നമ്മൾ അന്നത്തെ കാലത്ത് പറയും ക്ഷയിച്ച നായർ കുടുംബങ്ങൾ അല്ല, അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അപ്പം സാറിനെ സംബന്ധിച്ച് ഫാമിലി, അതായത് ഇതിന് മുന്നേ ഉള്ള നിങ്ങളുടെ ഫാമിലി പരമ്പരകൾ, അതായത് സാറിന് മുന്നേ ഉള്ള അല്ലെങ്കിൽ ചേട്ടന് മുന്നേ ഉള്ള ഫാമിലി പരമ്പരകൾ എങ്ങനെയായിരുന്നു? അവർക്ക് റിച്ച് ആയിരുന്നോ അതോ നിങ്ങളായിട്ട് ക്ഷയിച്ചതാണോ? എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്? അത് ഇങ്ങനെ തന്നെ ആയിരുന്നു? ഒരിക്കലും അല്ല, നമ്മളൊരു ക്ഷയിച്ച നായർ ഫാമിലി അല്ല, പണ്ടേ ഇങ്ങനെയായിരുന്നു. അപ്പൊ എനിക്ക് ഓർമ്മയുള്ള മനസ്സിലായോ, തറവാടും ഒക്കെ ആയിട്ട് മാറി. അങ്ങനെ ഒരു എനിക്കിത് കേട്ടപ്പോൾ ഭയങ്കര ഡൗട്ട്, അതാണ് ചോദിച്ചത്. തീർച്ചയായും അതായത് എൻ്റെ ഒരു കുടുംബ പരമ്പരയൊക്കെ നോക്കുമ്പോൾ എല്ലാം ഞങ്ങളെല്ലാം ഈ അഷ്ടമുടി എൻ്റെ അച്ഛൻ്റെ സ്ഥലം ചവറയും ഞങ്ങൾ തെക്കുംഭാവും, രണ്ട് അടുത്തടുത്ത പഞ്ചായത്തുകളാണ്. അവിടെ എല്ലാം അന്നത്തെ കാലത്തെല്ലാം കയറാണ് മെയിൻ. കയറും കയറുൽപ്പന്നങ്ങളും തൊണ്ട് തല്ലി ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ അമ്മുമ്മയൊക്കെ എനിക്ക് ഭയങ്കര എനിക്ക് അച്ഛൻ്റെ അമ്മ അവിടെ പോകുമ്പോൾ അവിടെ അവരുടെ കുടുംബപരമായിട്ട് എല്ലാവരും ഈ കയറും കാര്യങ്ങളുമായിട്ടുള്ള പണി. എൻ്റെ അപ്പൂപ്പൻ, എൻ്റെ അമ്മയുടെ അച്ഛൻ, അപ്പോൾ അവരെ കണ്ടിട്ടാണല്ലോ നമ്മുടെ ചെറുപ്പത്തിൽ കാണുന്നത്. അവരും കയറിൻ്റെ ഈ പണി, തൊണ്ട് കൊണ്ടുപോയി അഴുകിച്ചെടുക്കുന്നത്, ചിലർ പോള തൊണ്ട് തല്ലിയെടുക്കുന്നത്. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെയൊക്കെ അമ്മയോ കുഞ്ഞമ്മയൊക്കെയാണ് വളർത്തുന്നത്. അപ്പോൾ ഇവരൊക്കെ ഈ തൊണ്ടും കയറുമായിട്ടുള്ള ഒരു ജീവന മാർഗത്തിൽ കൂടെ വന്ന സാധാരണ കുടുംബമാണ്. അപ്പോൾ അവിടെ ആ ഒരു കമ്മ്യൂണിറ്റിയോ അങ്ങനെ ഒരു കാര്യമൊക്കെ പിന്നീടാണ് നമ്മൾ മനസ്സിലാവുന്നത്. ഇതൊന്നും ജീവിത നിലവാരം എന്നൊക്കെ പറഞ്ഞ ആ ഒരു രീതിയിൽ അന്നന്ന് കിട്ടുന്ന ഒരു കൂലി ഉണ്ടെങ്കിൽ അന്നത്തെ കുടുംബം കഴിയും. നമ്മളത് പറയാൻ കാണും തിരുവിതാംകൂറിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം അന്നൊക്കെ നായർ പ്രമാണിമാരാണ് ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത്. അപ്പൊ അതിങ്ങനെ നമ്മൾ സിനിമയിലൊക്കെ കാണത്തില്ല, ക്ഷയിച്ചു പോയ ഇല്ലങ്ങൾ, ക്ഷയിച്ചു പോയ വീട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു. കാരണം പണ്ടുള്ളവർ പറയും എൻ്റെ അച്ഛൻ എനിക്കൊന്നും ഉണ്ടാക്കി വെക്കാതെ പോയത് കൊണ്ടാണ് എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വന്നത്, ഇല്ലെങ്കിൽ എനിക്കത് ദൂർത്തടിച്ചാൽ മതിയായിരുന്നു. മനസ്സിലായോ? അപ്പം ചേട്ടനും അതുപോലെ തന്നെ, അല്ലെങ്കിൽ ഷെഫിനും അതുപോലെ തന്നെ എന്നും ഉണ്ടാക്കി വെക്കാത്തതുകൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് കറക്റ്റായിട്ട് ചോദിച്ചത്. കാരണം അന്ന് ആ കുട്ടികളോട് സംസാരിക്കുമായിരുന്നല്ലോ, ഇതെങ്ങനെയാണ് മീനിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, മീനിനെ കുറിച്ച്. അപ്പം ഈ അന്നെന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലത്തെ ഒരു തരത്തിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ 100%. അതൊന്നും ഞാൻ എൻ്റെ ഒരു സത്യസന്ധമായിട്ട് ഇപ്പോൾ ഇതൊക്കെ എനിക്ക് വല്ലപ്പോഴൊക്കെ പറയണമെന്ന് തോന്നുന്നു. ഇതൊക്കെ കാണുമ്പം നമ്മളുടെയൊക്കെ നാട്ടിൽ അങ്ങനെ ഒരു ജാതീയത ഉണ്ടെന്നോ, അല്ലെങ്കിൽ അവിടെ നായർ അല്ലെങ്കിൽ മറ്റ് ജാതി, അത് നായരാണെന്നൊക്കെ പിന്നീട് കുറേ നാൾ കഴിയുമ്പോഴാണ് നമ്മൾ പോലും സത്യം. ഇപ്പോൾ പിള്ളേന്നുള്ള പേര് വരുന്നത് തന്നെ ഈ സർട്ടിഫിക്കറ്റ് SSLCയിൽ വരുമ്പോഴാണ് അത് അച്ഛൻ്റെ പേരെന്താന്ന് പറയുക, അല്ലെങ്കിൽ നമ്മുടെ പേര് സുരേഷ് എന്നാണ് പറയുക. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു പേരോ അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു ജാതി അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമൊക്കെ കുറേ കഴിഞ്ഞ് ആളുകളെല്ലാം ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴാണ് ഓക്കെ ഇതാണ് എന്നുള്ളത്. അപ്പം നമ്മളവിടെ ചുറ്റുപാടിലുള്ള സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ പല വിഭാഗങ്ങളുണ്ടെന്ന് പിന്നീട് തിരിച്ചറിയുകയാണ്. അപ്പോൾ അന്നൊന്നും അങ്ങനെ ഒരു ചിന്ത മനസ്സിലോ അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിലോ ഇല്ല. അതെന്തോ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം അത് എൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇതൊക്കെ ഇങ്ങനെ ആവുകയും, അല്ല ഞാനൊക്കെ എൻ്റെ പഠിച്ച കുട്ടികളും എൻ്റെ കൂട്ടുകാരൊക്കെ ആയിട്ടുള്ള ആ ഒരു നാട്ടിലുള്ള എല്ലാത്തരം ആൾക്കാരുണ്ടെന്ന് പിന്നീടാണ് ഇവർ ഈ വിഭാഗമാണ്, ഇവരിതാണ്, ഇതിനൊക്കെ ഡിഫറൻസ് ഉണ്ടെന്ന് കുറേയൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അന്നൊന്നും നമുക്ക് അറിയില്ല നമ്മളൊക്കെ എന്ത് സുന്ദരമായിട്ടാണ് കഴിയുന്നത്. അതേപോലെ തിരിച്ചു പോകാൻ പറ്റുമോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അതിപ്പോൾ സാറ് പറഞ്ഞല്ലോ എന്ത് സുന്ദരമായിട്ട് കഴിയുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സാറിൻ്റെ ഇതിൽ മൊത്തം സാറ് പറയുന്നത് ഒരു പഴയകാല കുറേ നമ്മൾ പണ്ടൊക്കെ സിനിമകളിൽ പറയും ആലിന്തറ പാട്ട്, അമ്പലം, കാവ്, ഇതൊരു കുളിർമയുണ്ട്. മലയാളികൾ എന്ന് പറയുമ്പോൾ കുളിർമ അത് സാറ് സൂക്ഷിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് എന്താ പറയുക, ബ്രിട്ടീഷ് പൗരനായ താങ്കൾ ഇവിടെ വന്ന് ഈ റെസ്റ്റോറൻറ്റ് വീണ്ടും ഒരു എന്താ പറയുക ഡിസിഷൻ മേക്കിങ്ങിൽ ഇവിടെ വന്ന് തുടങ്ങിയത്. എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ആ നാട്ടിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പറയുന്ന പോലെ എല്ലാവർക്കും പണിയെടുക്കണം, അന്നൊന്ന് വയറ് കഴിക്കണം. അതെ, ഇത് മാത്രമാണ്, അതായിരുന്നു ചിന്ത. ഇപ്പം ഇന്നാണ് വയറ് നിറഞ്ഞതുകൊണ്ടുള്ള അത് ആക്ച്വലി വലിയൊരു ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു ചെറുപ്പത്തിൽ ഞാനിപ്പോൾ ഒരു ഉദാഹരണം ഞാൻ എനിക്കറിയില്ല എത്രത്തോളം ശരിയാണ്, ഞാൻ ഈ മേഖലയിൽ നിന്നുകൊണ്ടാണ്. പണ്ടൊക്കെ ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ
ഒരച്ഛൻ ജോലിയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം പോയിട്ട് അവരൊരു 4 പേരുള്ളൊരു കുടുംബമാണെങ്കിൽ ഒരു 4 പൊറോട്ട അല്ലെങ്കിൽ 8 പൊറോട്ട വാഴയിലേക്കകത്ത് ഒരു ബീഫ് കറിയായിട്ട് പൊതിഞ്ഞുകൊണ്ട് വരും. അപ്പോൾ അത് കൊണ്ടുവന്ന് അത് വരും എന്നുള്ളത് നമുക്കറിയാം എപ്പോഴെങ്കിലും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പ് ഭയങ്കരമാണ്. അന്നാണ് ഇറച്ചി കഴിക്കുക. അപ്പോൾ ഇത് കൊണ്ടുവരുന്നത് ഈ അച്ഛനും മക്കളും കുടുംബം. അച്ഛൻ ചിലപ്പോൾ കഴിക്കാറില്ല, ചിലപ്പോൾ അവരവിടെ നിന്ന് കഴിച്ചിട്ടായിരിക്കും വരിക. അല്ലെങ്കിൽ ഒരു ചാറും ഒരു ഇറച്ചിയായിരിക്കും ഈ 4-5 പേർ കൂടെ. അപ്പോൾ അതിലെ ഓരോ കഷ്ണം ഇറച്ചിക്കും അത്ര വാല്യൂ ആണ്. അപ്പോൾ അത് ഞാനത് പറയാനുള്ള കാര്യം അത് മാത്രമല്ല. അപ്പോൾ അത് കഴിച്ച് ആ ഗൃഹാതുരത്വം അത്രയ്ക്ക് അന്ന് നമ്മുടെ വില്ലിന് ഇറച്ചിയോ അല്ലെങ്കിൽ കോഴി ഇറച്ചി ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പറയാം, അന്ന് വസന്ത വന്ന് പിടിക്കുമ്പോഴാണ് കഴിക്കുന്നത്. കോഴി ചത്താലാണ് നമുക്ക് കറി വെച്ച് തരിക. അല്ലാതെ അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലുള്ള കാലഘട്ടത്തിലുള്ള ആൾക്കാർക്ക് ഈ ഇറച്ചി എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമായിട്ട് കിട്ടുകയും അത് നമ്മുടെ ബ്രെയിനകത്ത് ഇങ്ങനെ കിടക്കും. ആ രുചി വാഴയിലയിൽ ഒരു നല്ല മസാലയൊക്കെ ഇട്ട് അന്നൊന്നും ഈ ആൾട്ടർ ചെയ്ത സംഭവങ്ങളൊന്നുമില്ല. ആ കടയിൽ ഇറച്ചി വാങ്ങിച്ച് വലിയ ഉരുളിക്കകത്ത് ഇഞ്ചിയും പച്ചമുളകും ഗരം മസാലയൊക്കെ ഇട്ടില്ല വിറകടുപ്പിൽ സ്ലോ കുക്ക് ചെയ്ത കറിയും ആ ചാറും പൊറോട്ടയും പെരണ്ട് വാഴയിലക്കകത്ത് വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുന്ന ആ ഓർമ്മയിലിരിക്കുന്ന ആൾ പിന്നീട് നമ്മളുടെ ഒരു 10-15 വർഷം കഴിഞ്ഞപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ മൊത്തം മാറി, എല്ലാവർക്കും എല്ലാം അവൈലബിലിറ്റി ആയപ്പോൾ നമ്മളിത് കൂടുതൽ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ആവശ്യം, നമ്മുടെ ഏതൊരു വീട്ടിൽ പോയാലും ഏതെങ്കിലുമൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസുള്ള ആളുകളില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് അന്ന് കിട്ടാതിരുന്നൊരു സാധനം ലഭ്യമായപ്പോൾ നമ്മുടെ അളവിനേക്കാൾ കൂടുതൽ കഴിക്കാൻ തുടങ്ങി. ഇനി വരുന്ന ഒരു പക്ഷേ അടുത്തൊരു ജനറേഷൻ, ഒരു 15 ഇയേഴ്സ് കഴിഞ്ഞ ഒരു ജെൻസി, ഇപ്പോഴത്തെ അവർക്ക് ഈ ബീഫൊന്നും ഇഷ്ടം പോലെ കഴിക്കണമെന്ന് നിർബന്ധമില്ല. അവർക്കെല്ലാം വെറൈറ്റി ആയിട്ട് എന്തൊക്കെയാണോ ഉള്ളത്. കാരണം അവർക്ക് ആദ്യം ഇതെല്ലാം ലഭ്യമായിരുന്നു. ഇപ്പോൾ ഒരു ചിക്കൻ കഴിക്കുക എന്ന് പറയുന്നത് അവരുടെ വലിയ കാര്യമല്ല, ബീഫ് കഴിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ല, എല്ലാ ദിവസവും അവൈലബിലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് അവരൊരു ഓവറായിട്ട് കഴിക്കുന്നില്ല. അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളായിരിക്കും. ഇപ്പോൾ ഒരു 15 ഇയേഴ്സ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡയബറ്റിക്കോ അല്ലെങ്കിൽ കൊളസ്ട്രോളോ ആ ലെവലിലുള്ള അസുഖങ്ങൾ മാറും. കാരണം 80s 90s കിഡ്സിൽ ഇത് കിട്ടാതിരുന്ന് എല്ലാം ലഭ്യമായപ്പോൾ പണ്ടത്തെ കഴിച്ച് അപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു മാറ്റം ഞാനത് നോക്കി കണ്ടതാണ്. എന്തുകൊണ്ടാണ് നമുക്കിപ്പോഴും ഒരു ബീഫ് കറി കണ്ടാൽ കൂടുതൽ കഴിക്കണം എന്ന് വെച്ചാൽ അന്ന് കിട്ടിയിട്ടില്ല. ചെറുപ്പത്തിൽ ഇത് കിട്ടാൻ നമ്മൾ ആഗ്രഹിച്ച പോലെയോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ വില്ലിനനുസരിച്ചോ ഇന്നൊരു ഇറച്ചിക്കറിയും പൊറോട്ടയും കഴിക്കണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പൈസ കളഞ്ഞ് കിട്ടിയാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കിട്ടിയാലാണല്ലോ എല്ലാ ദിവസവും വാങ്ങിച്ച് കഴിക്കാനുള്ളൊരിതില്ല. അപ്പോൾ ആ ഒരു ജനറേഷൻ ഇത് കിട്ടിയപ്പോൾ അളവുകൾ കൂടുതൽ ഇന്ന് 1 പ്ലേറ്റോ 2 പ്ലേറ്റോ പൈസ ഉള്ളപ്പോൾ വാങ്ങിച്ച് കഴിച്ച് നമ്മുടെ വന്നതാണ്. ഞാൻ ജസ്റ്റ് ഇതിന്റെ കൂടെ പറഞ്ഞത് കറക്റ്റാണ്. ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ടും പൊറോട്ടയും ബീഫിന്റെ ആളാണ്. ഏത് കടയിൽ ചെന്നും മെനു ഒന്നുമല്ല, ഉണ്ടെങ്കിൽ വാങ്ങിച്ച് കഴിക്കല്ലേ പൊറോട്ടയും ബീഫും. അത് ആ ഒരു ജനറേഷൻ ഇല്ലാതിരുന്നൊരു സാധനം ലഭ്യമായപ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ ഇതുണ്ട്. അന്നത്തെ ആ ബീഫിനോട് ഇപ്പം മലയാളികൾ ഇതൊക്കെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബീഫ് ആസ്വദിച്ച് കഴിക്കുന്ന മലയാളികളാണല്ലോ. അന്ന് ഈ മട്ടൻ അഫോർഡബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. ഏറ്റവും റിച്ച് ആയിട്ടുള്ളവരാണ് മട്ടൻ ആട്ടിറച്ചി വാങ്ങിച്ച് ഞാൻ പറഞ്ഞത് ഒരു 30 വർഷത്തിന് മുമ്പുള്ള പിറകിലോട്ടുള്ളൊരു സമയമാണ്. ഒരു 20 വർഷമൊക്കെ ആയിട്ടുള്ളൂ. ഈ ഗൾഫിൽ നിന്നൊക്കെയുള്ള ഇങ്ങനെ പണമൊക്കെ വന്നു തുടങ്ങിയിട്ടാണ് ഈ പറഞ്ഞ ഭക്ഷണങ്ങളും ചിക്കനൊക്കെ ഇങ്ങനെ എപ്പോഴും എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും ചിക്കനൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലെത്തിയത്. അപ്പോൾ ആ രീതിയിൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭ്യം. ആ ഒരു 90s വരെയുള്ള പിള്ളേർക്ക് അവർ വലുതായവർക്കാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളത്. ആർത്തി കൊണ്ടാ, വേറെ ഒന്നുമല്ല. നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് ഇത് കഴിക്കാൻ പറ്റാത്തതിന്റെ വാശി തീർക്കാണ്. അത് നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ പണ്ടൊക്കെ ആഗ്രഹിച്ച സമയത്ത് ഞാൻ ഇന്നലെയും കൂടെ ഇത് വാങ്ങിച്ച് കഴിക്കും, അല്ലെങ്കിൽ മിക്കവാറും ഇത് വാങ്ങിച്ചു. അപ്പോൾ ഞാൻ ആലോചിക്കും എന്തിനാണ് ഇതിങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ ഈ പണ്ടത്തെ കൊതിയും അല്ലെ അത് കിട്ടാതിരുന്നപ്പോൾ വല്ലപ്പോഴും കഴിച്ചതിൻ്റെ ആ ഒരു ആഗ്രഹം ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. അതന്നെ, നമുക്കാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്നുള്ള ഡിസീസസ് കൂടുതൽ വരുന്നത്. കാരണം ഈ ഇറച്ചിയൊന്നും അത്രയും അതെ ഒരു നമ്മൾക്കൊരു ശരീരത്തിന് ഒരാൾക്ക് വേണ്ട ഒരു അളവുണ്ട്, ഒരു കാലറി ഉണ്ട്, ഇതൊക്കെ എല്ലാവരും അറിയാം. അതാ ഞാൻ പറഞ്ഞത് അടുത്തൊരു 15 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ ഉള്ള രോഗങ്ങളൊക്കെ മാറും. കാരണം അത്രയ്ക്ക് അവയർനെസ് ആണ്. ഇപ്പോഴത്തെ ഒരു യങ്സ്റ്റേഴ്സ് വന്നിട്ട് ഭയങ്കര ഹെവി ആയിട്ട് കഴിക്കുന്നില്ല. ആ കൺസെപ്ഷൻ മാറി. നേരെ മറിച്ച് ഇപ്പോൾ ഒരു 50 വയസ്സ് 40 വയസ്സ് 30 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ആ പഴയ ടീംസിനാണ് എല്ലാം കൂടുതൽ കഴിക്കേണ്ടി വരിക മീറ്റ്. കാരണം അവരുടെ ആ മിസ്സിങ്ങിനെ തീർക്കണം. ഇപ്പോഴത്തെ കുട്ടികൾ ജനിച്ച നാൾ മുതൽ അവർ വീട്ടിൽ അൽഫാം ഓൺലൈനിൽ സ്വിഗ്ഗി സൊമാറ്റോ കൊണ്ടുവന്ന്, അപ്പോൾ ആ ഒരു അതിനോടുള്ളൊരു ആർത്തിയില്ല. അവർക്ക് വെറൈറ്റി കഴിക്കുക അല്ലെങ്കിൽ എന്നും വ്യത്യസ്തമായ ഭക്ഷണം കഴിക്കുക. അപ്പോൾ ആ ഒരു രീതിയിലുള്ള വേറെ എന്തെങ്കിലും പുതിയ രോഗങ്ങളായിരിക്കും ഒരു 20 വർഷം കഴിയുമ്പോഴൊക്കെ വരിക. അല്ല അപ്പത്തേക്കും ഞാനൊക്കെ ചോറൊക്കെ കണ്ടാ വെട്ടിയാ വിഴുങ്ങുന്നത്. അത് ഈ സാറ് പറഞ്ഞ പോലെ ഞാൻ ദാരിദ്ര്യം അനുഭവിച്ചിട്ടില്ല.
പട്ടിണി അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. ഓക്കെ. ഞാൻ ദാരിദ്ര്യം അനുഭവിച്ചിട്ടില്ല, പക്ഷെ പട്ടിണി അനുഭവിച്ചിട്ടുണ്ട്. വീട്ടിൽ കഞ്ഞി വെക്കാനില്ലാണ്ട് എന്നിട്ട് അമ്മയുടെ അമ്മ കൊണ്ടുവന്ന് തന്നിട്ട് അതൊക്കെ നമ്മുടെ കപ്പയും വൻപയറും കൂടി ഇട്ട് പുഴുങ്ങി തന്നിട്ടുണ്ട്. അത് 3 ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാവും. പക്ഷെ എന്നാലും ഞാൻ സാറിന്റെ കഥ വെച്ചപ്പോഴും നിങ്ങളുടെയും വീട്ടില് അല്ലെങ്കിൽ ആ പറയുന്ന ആ സമയത്ത് എല്ലാവരുടെയും സമയത്ത് ഒട്ടുമിക്ക വളരെ റെയർ. ഇപ്പം അതിനകത്ത് അങ്ങനെ ഒരു എനിക്കത് പറയാൻ പറ്റും. ഇപ്പം ഞാൻ എൻ്റെ നാട്ടിൽ ഉള്ള നോക്കുമ്പം ഒരു ഒട്ടുമിക്ക കമ്മ്യൂണിറ്റിയിലെയൊക്കെ അവസ്ഥ ഏറെക്കുറെ ഇതൊക്കെയാണ്. അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ഇൻകം, ഒരു ഗവൺമെൻറ് ജോലി, അങ്ങനെ ഒരു കച്ചവടം, അങ്ങനെയുള്ളവരുടെ വീട്ടിലാണ് ഈ നിത്യവും ഈ സാധനങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് ദാരിദ്ര്യത്തിനേക്കാൾ ഉപരി 3 നേരവും ആഹാരം, അല്ലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ലഞ്ചുണ്ട്, ഡിന്നറുണ്ട്, ഈവനിങ് ചായയും കോഫിയും ഉണ്ട്. സ്നാക്സ് കിട്ടിയില്ലെങ്കിൽ പോലും ഇതെല്ലാം നിർബന്ധമായിട്ടുള്ള വീടുകൾ വളരെ ചുരുക്കമായിരുന്നു അല്ലേ? അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ആ ഒരു സമയത്ത് 100 രൂപയുടെ മീൻ, അല്ല അന്നൊക്കെ എനിക്ക് 100 രൂപയൊന്നും അല്ല, 100 രൂപയൊക്കെ വലിയ തുകയാണ്. അല്ല 20 രൂപയുടെ ചാള വാങ്ങിച്ചുകൊണ്ട് വന്നാൽ 20 രൂപയുടെ 10 രൂപയുടെ ചാളയും ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങിച്ചാൽ ഉച്ചയ്ക്ക് ഒരു 2 കഷ്ണം, രാത്രിത്തേക്ക് 2 കഷ്ണം എന്ന രീതിയിൽ കണ്ടിച്ച് മുറിച്ച് കണക്കൂട്ടിയാണ് അവർ അമ്മമാർ കൂട്ടാൻ വെച്ച് വെക്കുന്നത്. 3 ദിവസമൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ 3 ദിവസം ഒന്നും മീൻ വെക്കാൻ സമ്മതിക്കത്തില്ല. കാരണം അത് ബാക്കി വന്ന് അന്ന് തന്നെ തീർക്കും. നെക്സ്റ്റ് ഡേ ഇല്ലെങ്കിലും കുഴപ്പമില്ല. മീൻ ബാക്കി വെക്കാന്ന് പറയുന്നത് വലിയൊരു ക്രൈം. നമുക്ക് അറിയില്ലല്ലോ നമ്മുടെ നാട്ടിലേക്കൊക്കെ മീൻ കിട്ടാൻ പാടില്ല. 3 ദിവസം ഇത് എന്തിനാണെന്ന് നമുക്ക് അറിയത്തില്ല. ഒരു കറിയാണല്ലോ, എന്തെങ്കിലും ചോറാകത്തിട്ട് ചോറ് കിട്ടുന്ന തന്നെ കേട്ടോ ഭാഗ്യം, ഭയങ്കര വലിയ ഭാഗ്യം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ അന്ന് ഈ പറയുന്ന ഇപ്പൊ സാറ് പറഞ്ഞ പോലെ നിങ്ങളുടെ ആ ഒരു അഷ്ടമുടി കായലിന്റെ ആ പ്രദേശത്തുള്ളവരെ ഇന്ന് സാറ് ഇപ്പം അല്ലെങ്കിൽ ഷെഫ് ഇത്രയൊക്കെ വളർന്നു അല്ലെങ്കിൽ ഇത്രയൊക്കെ സെറ്റായി, ഷെഫിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരുവിധം ആൾക്കാരുണ്ടാവും. അതായത് ആ ഒന്നിച്ച് ഇപ്പൊ പറഞ്ഞ പോലെ അന്ന് സംശയം ചോദിച്ചവര് അവരിപ്പോൾ എങ്ങനെയാണ് മേക്കിംഗ്, അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിട്ടാണ്? അതാണ് എനിക്കൊരു ചില സമയങ്ങളിൽ തോന്നിയിട്ടുള്ളത്. ഭയങ്കര ഞാൻ എൻ്റെ ആ ടൈമിലുള്ള ആൾക്കാരും ചിലരുടെ ആ ഒരു ഒന്നുകിൽ അന്ന് കുറച്ചുകൂടെ നമ്മളെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഉണ്ടായി, ജീവിത നിലവാരം പല കാരണങ്ങളാൽ. അത് സാമൂഹ്യപരമായിട്ടുള്ള അവിടുത്തെ ഇൻകം സോഴ്സോ അല്ലെ അവരുടെ ആസ്തിയോ ഒക്കെ വെച്ചിട്ടൊക്കെ ഉള്ള ആൾക്കാർ, അവരുടെയൊക്കെ ഒരു ഭയങ്കര ഒരു എന്താ എനിക്ക് പറയാം, അതൊന്നും വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിപ്പം അതെന്താ കാരണം എന്ന് നമുക്ക് എനിക്കത് തോന്നിയ ഒരു കാര്യമുണ്ട്. ഞാനത് കൃത്യമായി ആ വാക്കുകളിലൂടെ എടുത്താണ്. ഒരു നമ്മൾക്ക് എന്താവണമെന്ന് നമുക്ക് പട്ടിണി മാറ്റണം എന്നല്ല, നമുക്ക് ഈ ലൈഫ് സ്റ്റൈലിൽ എനിക്കൊന്ന് മുന്നിലെത്തണം, എൻ്റെ കഷ്ടപ്പാട് മാറ്റണം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടതെന്ന് എന്നെ ഇങ്ങനെ നിരന്തരം അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബോധ്യപ്പെടുത്തുന്ന എന്തോ ഉണ്ട്. അതുകൊണ്ടാണ് 10ാം ക്ലാസ് കഴിഞ്ഞപ്പം മറ്റേ ഒരുപാട് കടയിൽ ചെന്ന് ചോദിച്ചിട്ടും വെയിറ്റർ ആവാനുള്ള കടയിൽ മാത്രം ചോദിക്കാതെ മണിസാറിൻ്റെ കടയിൽ ചെന്നിട്ട് ലാസ്റ്റ് ചോദിക്കുന്ന ആ ഒരു ചോദ്യം ഉണ്ടല്ലോ, 450 രൂപയ്ക്ക് ആ ജോലി ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നത്. കാരണം അത് 450 രൂപ കിട്ടുന്നത് എനിക്കറിയില്ല, ജോലിയാണ് ആവശ്യം. അല്ല, അത് ആ ജോലി എന്ന് പറയുന്നത് ജോലി കിട്ടി കഴിഞ്ഞപ്പോഴാണ് അത് അറിയുന്നത്. അല്ല, ആ ഒരു ജോലി ഒരു കുറച്ചിലായിട്ടാണ് അന്ന് തോന്നിയത് അല്ലേ? അതെ, കാരണം എൻ്റെ അവിടെ നോക്കുമ്പോൾ അത് കൊല്ലത്ത് ബിഷപ്പ് ജെറോം നഗർ ഒരു 17 ഇയർ ഓൾഡ് ബോയ്, ആ ഒരു കാലഘട്ടം 94 95 കൂടെ പഠിക്കുന്ന പിള്ളേരൊക്കെ അവിടെ SN കോളേജിലും ഫാത്തിമ കോളേജിലൊക്കെ പഠിച്ചിങ്ങനെ ചെത്തി നടക്കുന്നതെന്ന് പറയാം. ആ സമയത്ത് അവരെല്ലാം വന്ന് കഴിക്കുന്ന സ്ഥലമാണ്. ആ കോളേജിലെ പിള്ളേരൊക്കെയാണ് അവിടെ ഐസ്ക്രീം ബാറിലും ഈ റെസ്റ്റോറൻറ്റിലൊക്കെ. അപ്പോൾ അവരുടെ മുമ്പിൽ അതേ ഏജിലുള്ള ഒരാൾ പോയി പാത്രം എടുക്കുക, സെർവ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഒരു അപകർഷതാബോധം കുറച്ചിലുണ്ടാവുമല്ലോ. അപ്പോൾ അത് ആ ഒരു ഫീൽഡിലാണ്. പക്ഷെ അതും വരെ വേണ്ടാന്ന് വെച്ചിട്ട് നമ്മളത് ചെയ്യണം എന്ന അവസാനത്തെ ഓപ്ഷൻ ഉള്ളപ്പോൾ അത് ചെയ്യാന്നുള്ളതാണ്. അതാണ് ആ ഡിസിഷനാണ്. അതാണ് ഞാൻ കുറച്ച് മുമ്പ് ചോദിച്ചത്, കൂടെ ഉള്ളവരെങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ചുറ്റുവട്ടത്ത് നിൽക്കുന്നവരെങ്ങനെ, നമ്മൾ അന്നൊരു ഇലയെടുക്കാൻ റെഡിയായി. അതെ, നമ്മളെ ആദ്യം എടുപ്പിക്കുന്ന ഒരിക്കലും വിളമ്പലായിരിക്കത്തില്ല, വേസ്റ്റ് ഇല വെറുക്കാനായിരിക്കും. കാരണം ഇപ്പോഴും നമ്മൾ ഹോട്ടലിൽ ചെന്നാൽ കാണാം പുതിയതായിട്ട് വരുന്ന ആൾ എടാ ക്ലീൻ ചെയ്യും ഇല എടുക്കുക, അതാണല്ലോ. അപ്പോൾ അതെടുക്കുക എന്ന് പറയുന്നത് ഇപ്പം പറഞ്ഞതിൽ ഹോട്ടൽ മാനേജിന് പഠിക്കാന്ന് പിള്ളേർ പറയുമ്പോൾ ഉടനെ പറയുന്നത് വല്ലവൻ്റെ ഇല എടുക്കാൻ എൻ്റെ പിള്ളേരെ വിടാം അല്ലേ? കറക്റ്റ് അല്ലേ? നമ്മുടെ കംഫർട്ട് സോണിൽ നിൽക്കുന്ന എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യം, നേരത്തെ ശരണ്യ ചോദിച്ച പോലെ അന്നുള്ളവർ അല്ലെ ബെറ്റർ ആയിട്ടുണ്ടായിരുന്നവർക്ക് അല്ലെ സെയിം ആയിട്ടുള്ളവരായിരിക്കും. അവരുടെ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഇപ്പോൾ എന്നെ വെച്ച് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി കേസായി വേണമെങ്കിൽ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അതാണ് മുന്നോട്ട് പോകാനുള്ള. അതിപ്പോൾ എല്ലാവരും ഇതേപോലെ ചിന്തിക്കണമെന്നോ എല്ലാവരും ഇതുപോലെ സാക്രിഫൈസ് ചെയ്യണമെന്നോ, ലൈഫിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയപ്പോൾ ഇതിലും ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് എനിക്ക് ഇത് വേണ്ടാന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ളതോ സാധാരണ ആൾക്കാർ ചെയ്യത്തില്ല. അതുകൊണ്ടൊക്കെയുള്ള കുറേ ബാക്കിയുള്ളവർക്ക് കിട്ടാത്തയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് കിട്ടാത്ത കുറേ കാര്യങ്ങൾ എനിക്ക് കിട്ടിയത് ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രമാണ്. അതല്ലെങ്കിൽ പോലും സ്വാഭാവികമായ ഒരു മുന്നേറ്റം
ഉണ്ടാവുക, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ അവരുടെ ലൈഫിൽ അവരുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള ഒരു പ്രയത്നം ഇല്ലാതിരുന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പലർക്കും. അതെനിക്ക് അറിയാവുന്ന എൻ്റെ ചുറ്റുപാടുള്ളവരോ അല്ലെങ്കിൽ ഞാൻ ഇടപഴകുന്നവരോ നമ്മുടെ പരിസരങ്ങളിലുള്ളവരിലൂടെ നമ്മൾ പരിചയപ്പെട്ടു പോകുന്ന ആൾക്കാരിലൊക്കെ എനിക്കത് കാണാൻ പറ്റും. നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അത് ചെയ്യാമായിരുന്നല്ലോ. അപ്പോൾ അവിടെ എന്തിനോ അവരൊരു ക്രിയേറ്റീവ് ബ്ലോക്കോ അല്ലെങ്കിൽ മൈൻഡ് ബ്ലോക്കോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ആ രീതിയിൽ നേരത്തെ വീണ്ടും പറയുന്ന പോലെ ആ ഓപ്പർച്യൂണിറ്റി ആ ചുറ്റുവട്ടത്തുണ്ടാകും. അവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു ലൈഫ് സ്റ്റൈലിനെ ഒരു ഗ്രാജുവലി അത് പെട്ടെന്നൊരു വളർച്ചയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഭയങ്കര അതിവണ്ണമുള്ള ഒരാൾ അല്ലെങ്കിൽ മെലിയുന്നത് നമുക്ക് ഇന്ന ദിവസമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, ഇങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് നമ്മുടെ ആ മാറാം. ഇപ്പം മുടി, എനിക്ക് ഒത്തിരി മുടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എപ്പോഴാണ് മുടി കൊഴിഞ്ഞു തുടങ്ങിയെന്ന് മാത്രമേ അറിയുള്ളൂ, ഏതൊരു ഏജ്. പക്ഷേ ഇതിങ്ങനെ നഷ്ടപ്പെട്ടു പോയത് കുറേ നാൾ അത് നമ്മൾ അറിയില്ല. അതേപോലെയാണ് ഈ വളർച്ചയും. അപ്പോൾ ഈ വളർച്ച എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഭയങ്കര ഫാസ്റ്റായിട്ട് കിട്ടും, അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞ് ഡിസപ്പോയിൻ്റായി ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ഇതൊരു സംഭവിച്ചുകൊണ്ടേയിരിക്കും. ആ മാറ്റം വളരെയില്ല, പരിണാമം പോലെ മനുഷ്യർ ഇത്രയും പരിണമിച്ച് ഈ രീതിയിൽ എത്തിയപ്പോൾ അത് എത്ര കാലങ്ങൾ കൊണ്ടാണ്. അതുപോലെ ആയിരിക്കും ഒരു വ്യക്തിയുടെ ലൈഫിൽ അവരുടെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരു കാലതാമസം. അത് ആ പ്രയത്നങ്ങൾ റൈറ്റായിട്ട് ചെയ്യുകയും ആ റൈറ്റ് ആസ്പെക്റ്റിൽ നമ്മളുടെ മൈൻഡ് സെറ്റും നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പം ഇതിങ്ങ് സംഭവിക്കും. അപ്പോൾ സംഭവിച്ച് കഴിയുമ്പോൾ തിരിഞ്ഞ് ബാക്കിൽ നോക്കുമ്പോഴാണ് ഒരു 5 ഇയർ മുമ്പ് ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു, എനിക്ക് ഇത്രയും നേട്ടങ്ങൾ ഉണ്ടായി, ഞാൻ ആ നേട്ടങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള കുറേ എഫർട്ടുകൾ ഇവിടെ ഇട്ടു, അത് റൈറ്റായി, ചില എഫർട്ടുകൾ ശരിയായില്ല. പക്ഷേ അതിൻ്റെ അങ്ങനെ ആളുകൾ കുറച്ചുകൂടെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കാത്ത കുറേ ആൾക്കാരെ നമ്മുടെ അടുത്തുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു. തീർച്ചയായിട്ടും. ഞാൻ ആ ഇലയുടെ കാര്യം ചോദിക്കുമ്പോൾ ഫസ്റ്റ് മണിയൻ സാറിൻ്റെ അവിടെ ജോലിക്ക് കയറി. അപ്പോൾ വീട്ടിലേക്ക് പോകാൻ പറ്റുമായിരുന്നോ അതോ? വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. വീട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ ജോലി ആ പണിയെടുത്തിട്ട് ഇപ്പം അമ്മയ്ക്ക് എത്ര മക്കളായിരുന്നു സാർ? 3. ഞാൻ ഏറ്റവും ഇളയ, പിന്നെ ഒരു പെങ്ങള്, ഒരു ചേട്ടന്, അല്ലേ? അപ്പം ഈ വീട്ടിലെ അമ്മയ്ക്കൊക്കെ ആണെങ്കിലും ഇപ്പം മക്കളെ ജോലിക്ക് വിടുന്നത് ആർക്കും നിവൃത്തികേടാണ്. പഠിക്കാനാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇത്രയും മാർക്കുണ്ടായിട്ട് ഇപ്പോൾ SN കോളേജിൽ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരുന്ന ആളാണ്. SN കോളേജിൽ കിട്ടിയില്ല, ശരി, ജോലിക്ക് പോയി. തിരിച്ച് എപ്പോഴെങ്കിലും ചെന്ന് അമ്മയുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ നമ്മളുടേതെന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തപ്പോൾ അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് ഭയങ്കര, എനിക്കത് ഭയങ്കര ഇമോഷണലി ഉള്ള ഒരു ഇതാണ്. ആദ്യമായിട്ട് കിട്ടിയ പൈസയാണോ രണ്ടാമത്തെ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ കിട്ടിയ പൈസയും കൊണ്ട് ഞാൻ വീട്ടിൽ ഫസ്റ്റ് പോയി. കിട്ടിയ പൈസ വുഡ്ലാൻഡ് ഷൂ ആ മേടിച്ചത്. അതൊരു ഇൻസ്റ്റാൾമെന്റ് വാങ്ങിച്ചാണ്. എന്നിട്ട് പക്ഷേ അതിൻ്റെ ഇടയിൽ എപ്പോഴും നമുക്ക് ഒരാഴ്ച കഴിയുമ്പോൾ വീട്ടിൽ പോകാൻ പറ്റും. അപ്പം അന്ന് എനിക്ക് കിട്ടിയ ടിപ്സ് എല്ലാം കൂടെ ആയിട്ടാണ്. ടിപ്സ് കിട്ടുമായിരുന്നു ഡേ 1 മുതൽ 30 രൂപ 40 രൂപ. അന്നത്തെ അത് കൂട്ടി വെച്ച് ഒരു 200 രൂപ എന്നൊക്കെ പറഞ്ഞാൽ വലിയ തുകയാണ്. 200 റുപ്പീസ് അറ്റ് എ ടൈം. കാരണം നമ്മുടെ വീട്ടിലൊക്കെ അവർക്ക് ഒരു 100 രൂപ ഒരാഴ്ചയൊക്കെ പണിയെടുത്ത്, എനിക്കറിയില്ല അത്ര ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ ഉണ്ടാവും, എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഈ കൊണ്ടുപോയി ഒരു ഫസ്റ്റ് പൈസ കൊണ്ട് കൊടുക്കുന്ന ഒരു സീൻ ഭയങ്കരമാണ്. എന്താ പറഞ്ഞെന്ന് വെച്ചാൽ അവർ ഭയങ്കര ഹാപ്പി ആവുമല്ലോ. അപ്പോൾ ഏൺ ചെയ്തുകൊണ്ട് അതിപ്പോൾ നമുക്കായാലും അത് ഒരു ഫീൽ ആവും. അപ്പോൾ അത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്കത് ഈ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഒരു കുടുംബം പോറ്റിക്കൊണ്ടിരിക്കുമ്പം ഒരു എക്സ്ട്രാ ഒരു ഇൻകം കിട്ടുമെന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഹാപ്പിനെസ്, അത് മക്കളായാലും ആരായാലും കൊടുക്കുമ്പോൾ അവർക്കൊരു ഭയങ്കര ഇതാണ്. തീർച്ചയായും. ഞാൻ ഇപ്പം ഇതിങ്ങനെ ആലോചിക്കാൻ കാരണം എന്നിട്ട് ഈ പൈസ അമ്മ അത് സൂക്ഷിച്ച് വെച്ചിട്ട് ഒരാടിനെയാണ് വാങ്ങിച്ചത്, എൻ്റെ കിട്ടിയത്. എന്നിട്ട് ആടിനെ 2-3 തവണ വളർത്തി കുറേ വലിയ സംഭവങ്ങളായി. എന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ആടിൻ്റെ പൈസ മൊത്തം തിരിച്ചാണ്. അത് ഞാൻ കൊടുത്ത അവിടെ ഞാൻ ജോലി ചെയ്ത പൈസക്ക് ഒരാടിനെ വാങ്ങിച്ചു. ആ ആടത് പെറ്റ് വരിക ഒരു കുറേ ആയി. എന്നിട്ട് അതിനെ വിറ്റിട്ട് കുറേ, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് നിർത്തി. എനിക്കത് എപ്പോഴും ഓർമ്മയുണ്ട്. ആദ്യം കിട്ടിയ പൈസക്ക് ആടിനെ വാങ്ങിച്ചു കൊടുത്തല്ലേ. അല്ല, നമ്മൾ ഈ അമ്മമാർ ഭയങ്കര ഇമോഷണൽ ആകും. കാരണം പഠിക്കേണ്ട സമയത്ത്, മറ്റുള്ളവർ പഠിക്കേണ്ട ഒരു സമയത്ത് പഠിക്കാൻ പറ്റാണ്ട് ഈ പറഞ്ഞ പോലെ അവിടെ പറഞ്ഞിരുന്നു, ഇന്ന പോലെ ഹോട്ടലിലാണ്, ഇന്ന പോലെയാണ് ജോലി എന്നൊക്കെ പറഞ്ഞിരുന്നു അമ്മയോട്. ഹോട്ടലിലാന്ന് പറഞ്ഞു. അപ്പം പിന്നെ അതൊരു ഡെസ്റ്റിനി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഡെസ്റ്റിനാന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പിന്നെ അതൊക്കെ. അവിടെ ചെന്നിട്ട് ഇങ്ങനെ മറ്റേ സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ അരക്കലും പെറുക്കലും ഒക്കെ ഉണ്ട്? ഇല്ലില്ല. ആദ്യത്തെ ഭയങ്കര ഫസ്റ്റ് എൻ്റെ ഏറ്റവും ആദ്യത്തെ ജോലി, ഞാൻ ഇന്നാളെ എവിടെയോ അത് പറഞ്ഞതാണ്. ആദ്യം അവിടെ ചെന്നു, എൻ്റെ ആദ്യത്തെ ജോലി അവിടെ 5 ഫാനാണ്, ചെറിയ റെസ്റ്റോറൻ്റാണ്. 5 ഓരോ ടേബിളിന് മേലെ ഒരു ഫാൻ ഉണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ജോലി ഫാൻ വൃത്തിയാക്കലാണ്. അപ്പോൾ അതൊരു പുതിയ വരുന്നവരുടെ തൊഴിലാണ്. അപ്പോൾ ഞാനത് ഭയങ്കര ഹാപ്പിയായിട്ട് നമ്മളിലെ സദ്യാലയമൊക്കെ കഴുകി വൃത്തിയാക്കി 5 രൂപയൊക്കെ കിട്ടുന്ന പണി ചെയ്തിട്ട് നിൽക്കുന്നവരുടെ അടുത്താണ് ഫാൻ തുടയ്ക്കാൻ പറയാതെ നമ്മൾ പോയി ഫാനൊക്കെ വൃത്തിയാക്കി തുടച്ചു എല്ലാ ദിവസവും. ഞാനവിടെ നിൽക്കുന്ന എല്ലാ ദിവസവും അത് ഒരു നമ്മുടെ നെക്സ്റ്റ് ഒരു ജൂനിയർ വരുന്നവരെ
ഞാനാണ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ജൂനിയർ വന്നിട്ട് ഞാനതില്ല, എനിക്കത് ഇഷ്ടമുണ്ടായിട്ട് ഞാനത് തന്നെ ചെയ്തു. എൻ്റെ പ്രോസസ്സ് പോലെ ആയിപ്പോയി. രാവിലെ ചെല്ലുന്ന ആ ഒരു തുണി ഉണ്ടാവും, ഫാൻ എല്ലാം വൃത്തിയായിട്ട് എല്ലാം അതിൻ്റെ തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് ആദ്യത്തെ ജോലി. അത് കഴിഞ്ഞാൽ ടേബിളെല്ലാം ക്ലീൻ ആയിരിക്കും. പിന്നെ അടുത്തടുത്ത പണികൾ. ഫാനിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വട്ടേലയുടെ കാര്യം പറഞ്ഞത്. വട്ടേലയിൽ കൊണ്ടുവന്ന് മറ്റേ അമ്പലത്തിൽ കൊടുത്ത അട ഉണ്ടാക്കാൻ വേണ്ടി 20 രൂപ കിട്ടും. കംപ്ലൂസ് നാരങ്ങ, ഞങ്ങളുടെ നാട്ടിൽ അതിനെ പറയുന്നത് കമ്പിളി നാരങ്ങ. കമ്പിളി നാരങ്ങ കൊണ്ടേ വിറ്റ് പൈസ മേടിക്കുന്നത്. അപ്പൊ ഈ വട്ടേലയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നും ഉച്ചക്കഞ്ഞിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പാത്രം കൊണ്ടുപോകത്തില്ല, മടിയാ. അപ്പൊ അന്ന് ഇത്തിരി മതിലുചാട്ടമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ സ്കൂളിന്റെ സൈഡിൽ ഇങ്ങനെ മതിൽ, പുറമ്പോക്ക അരമതില ഞങ്ങളുടെ സ്കൂള്. അപ്പോൾ അരമതിൽ ഉച്ച മുണ്ണാൻ വിടുമ്പോൾ ചാടി ഓടിച്ചെന്ന് വട്ടയില പറിക്കും. വട്ടയിലക്കകത്താണ് ഞങ്ങൾ ചോറ്, ഉച്ചക്കത്തെ ചോറ് കഴിക്കുന്നത്. കഞ്ഞിയല്ല, ചോറ്. പക്ഷെ വെന്തലിഞ്ഞ് അതിനൊരു ടേസ്റ്റ് ഉണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഈ വട്ടയിലയുടെ കാര്യം പറഞ്ഞ് പിന്നെ തീവെട്ടി പിടിക്കാൻ പോയ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ ചെറുതിലെ മുതൽ നമുക്ക് ലൈഫിൽ എന്താ പറയുക, എല്ലാ കുഞ്ഞുങ്ങളും ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊന്നും അത്രയും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ പിന്നെ ഇപ്പോൾ ഓൺലൈൻ ഉള്ളതുകൊണ്ട് അവർക്ക് റീൽസൊക്കെ ഇടാൻ പറ്റും. ഈ പറയുന്ന ഒരു ജോലി എടുക്കണം, അല്ലെങ്കിൽ എനിക്കിത് ജോലിയാണ് എന്നെങ്കിലും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ജോലി എടുക്കണം, അല്ലെങ്കിൽ എനിക്ക് പൈസയാണ്, അല്ലെങ്കിൽ ഈ പൈസയുടെ മൂല്യം എന്താണ്, ഈ പൈസയ്ക്ക് ഞാൻ ഭക്ഷണം കഴിക്കാനാണോ മൂല്യം കൊടുക്കുന്നത്, അതോ പൈസ സൂക്ഷിച്ച് വെച്ചിട്ട് എന്തെങ്കിലും ആക്കാനാണ്? എന്തായിരുന്നു പൈസയുടെ മൂല്യം എന്തായിരുന്നു ശരിക്കും? പൈസയുടെ മൂല്യം ഭയങ്കരമായിട്ട് നമുക്ക് അന്ന് അറിയാം, ഒരു കിട്ടുന്നത്. അപ്പോൾ അന്ന് പക്ഷേ ഒരു ജോലി എടുക്കുക എന്നുള്ള അല്ല, അത് പാർട്ട് ഓഫ് ലൈഫാണെന്നുള്ളൊരു തോട്ട് നിലനിൽക്കുന്നത്. അത് അല്ലാതെ ഇന്നൊരു ജോലി ചെയ്തൊരു പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു അത് കുട്ടികൾക്ക് അങ്ങനെ ഒരു ചിന്ത വരേണ്ട കാര്യമില്ല. പക്ഷെ നമുക്ക് അങ്ങനെ അതുപോലും അല്ലാണ്ട് അത് നമ്മുടെ പാർട്ട് ഓഫ് ലൈഫാണ്, ഇങ്ങനെയാണ് ലൈഫ് എന്നുള്ളൊരു തോട്ടാണ്. അത് പിന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ ജോലി ചെയ്താലേ ജീവിക്കും എന്നുള്ളതല്ല, ഇത് നമ്മുടെ ജീവിതമാണെന്ന് ആദ്യം മനസ്സിനകത്ത് ഉണ്ടായിട്ടാണ് അതൊക്കെ ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പിള്ളേർ കളിക്കാൻ പോകുമ്പോൾ നമ്മളിത് കളി വിട്ട് അല്ലെങ്കിൽ എൻജോയ് ചെയ്യുമ്പോൾ ഈ തീവെട്ടി പിടിക്കാൻ പോവുകയും കുട പിടിക്കാൻ പോവുകയൊക്കെ ചെയ്ത ആളാണെന്ന് പൈസ കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മളത് അതിന് വേണ്ടിയിട്ട് മൈൻഡ് ഓൾറെഡി റെഡിയാണ്. നമ്മൾ ഫുഡിനാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ കടയിൽ വന്നു ഈ ഫുഡ് വേസ്റ്റ് ആവുക, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഉണ്ടാക്കി വെച്ച ഫുഡ് കണ്ടിട്ട് അത് എപ്പോഴെങ്കിലും വേസ്റ്റ് ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ അതിൽ നിന്ന് നല്ലത് ഇത്തിരി മാറ്റി വെച്ച് കഴിക്കാൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നുന്നത് അവർ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീടിനടുത്ത് ഒരു കല്യാണം വന്നാൽ നമ്മൾ പാത്രമായിട്ട് പോയി നിൽക്കും. അപ്പോൾ ഈ അവിയൽ, അതേപോലെ ചോറ്, ഇതൊക്കെ എല്ലാം ഇപ്പോഴും അതുണ്ട്. ഇപ്പോൾ കൊണ്ടു കൊടുക്കും, അതിനൊക്കെ വേസ്റ്റ് ആക്കണ്ട. പണ്ട് ഇത് വാങ്ങാനായിട്ട് ഈ സാധ്യതയില്ലാത്ത ആൾക്കാരൊക്കെ പോകും. അപ്പോൾ പിള്ളേരൊക്കെ ആയിരിക്കും വിടുക, വീട്ടുകാർക്ക് ചിലപ്പോൾ പോകാൻ വിടില്ല. നമ്മളൊക്കെ എത്രയോ തവണ കല്യാണം കഴിയുമ്പോൾ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞ് വിളമ്പി എല്ലാ പെണ്ണും ചെറുക്കനെയൊക്കെ കയറ്റി അയച്ചു കഴിഞ്ഞാൽ പാചകക്കാർ അവരൊക്കെ ഉള്ളപ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്നൊരു ഫുഡുണ്ട്. അപ്പോൾ ഉണ്ടോ നമ്മളാണല്ലോ ഈ കല്യാണം വിളിക്കാത്ത കല്യാണത്തിനെല്ലാം പോയി കഴിക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഇന്ന് ബാക്കി വരുന്ന കല്യാണമാണ്. ചിലത് ആൾ കൂടിയിട്ട് ഭക്ഷണം തികയാണ്ട് വരുമ്പോൾ പിന്നെ അപ്പോഴേ നമ്മൾ സ്ഥലം വിടും, പിന്നെ അവിടെ എന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് ബാക്കി വരുമ്പോൾ നമ്മൾ പോയി പറയാം എന്നാണ്. അപ്പോൾ ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോൾ ഇത് വെട്ടി മൂടുന്ന സമയമുണ്ട് ചിലത്. അപ്പോൾ ആ സമയത്ത് പോയി നമ്മൾ പോയി എത്രയോ എടുത്ത് പോയി, ഞാനൊക്കെ ഒത്തിരി സ്ഥലത്ത് പോയി ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് അന്ന് പാഴാകുമ്പോഴല്ല, ആവശ്യം ഉണ്ടായിട്ടാണ്. അതേപോലെ ഇപ്പം ഇതൊക്കെ ഞാനിപ്പോൾ ഇതൊരു ഷെഫായതിനു ശേഷം എത്രയോ വലിയ ഇവൻറ്റുകൾ ചെയ്തിട്ടുണ്ട്, എത്രയോ വലിയ കല്യാണങ്ങൾ ചെയ്തിട്ടുണ്ട്, എത്രയോ വലിയ പരിപാടി. അപ്പം തീർച്ചയായിട്ടും ഭക്ഷണം പാഴാകുന്ന ഒരു ഏറ്റവും സങ്കടമുള്ളൊരു കാര്യമാണ്. അത് പാഴാവാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ എത്ര ശ്രമിച്ചാലും, ഇപ്പോൾ ഒരു ഇവൻറ്റ് 1000 പേരുടെ കല്യാണം, ഒരു 1500 പേരുടെ ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കുക. കാരണം ഇത് കുറയാൻ പാടില്ലല്ലോ. എന്നിട്ട് അത് 700 പേര് വന്നാൽ എന്താണ് അവസ്ഥ? പകുതി ഭക്ഷണം കൊണ്ട് തട്ടുകയാണ്. അപ്പോൾ അത് കൊണ്ടുപോയി ആർക്കെങ്കിലും അന്ന് ഒരു 1 ഡേ ഇവൻറ്റിന് വേണ്ടിയിട്ട് വല്ലയിടത്തും കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഓൾറെഡി അവരുടെ സമയത്ത് കഴിച്ചിട്ടുണ്ടാവും അല്ലേ. പിന്നീട് ഒരു ഓവറായിട്ട് അതൊരു കാര്യമില്ലാതെ പോകുന്നതാണ്. അപ്പോൾ ഭക്ഷണം പാഴാകുന്നത് വിരാട് കോഹ്ലിയാണ് നമ്മളെ അത് അല്ല, വിരാട് കോഹ്ലി അത് അദ്ദേഹം പറഞ്ഞത് നമുക്ക് അതിന് മുമ്പ് അതിന്റെ വാല്യൂ അറിയാം. അത് അദ്ദേഹം അത് ചെയ്തപ്പോഴേ നമ്മൾ തന്നെ അതെ അദ്ദേഹത്തെ പോലെ ഒരാളൊക്കെ അത് ഇപ്പോഴും അത് പുള്ളി, ഞാൻ അതിന് ശേഷവും പുള്ളിയായിട്ട് ബന്ധപ്പെട്ട കുറേ ആൾക്കാരെയൊക്കെ നമുക്കറിയാം ക്രിക്കറ്റിനകത്തുള്ള. ഇപ്പോഴും അതൊരു വൺ ഓഫ് അല്ല, അതൊക്കെ അവരുടെ ഒരു ലൈഫ് ഡിസിപ്ലിനായിട്ട് കൊണ്ടു നടക്കുകയാണ്. അങ്ങനെ ഒത്തിരി ആൾക്കാരെ എനിക്കിപ്പോൾ അറിയാം. ഒരു ഫുഡ് പാഴാക്കുക എന്ന് പറയുന്നത്, അത് ചില കുട്ടികളൊക്കെ അത് ഒരു റെസ്പെക്റ്റും ഇല്ലാണ്ട് പ്ലേറ്റിൽ ആവശ്യമുള്ള എടുക്കും, അവർക്ക് വേണ്ടത് മൊബൈൽ നോക്കിക്കൊണ്ടിരുന്ന് കഴിച്ചിട്ട് ഫുള്ളായി കഴിഞ്ഞാൽ അത് മാറ്റി വയ്ക്കുക. അതൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ അവരെയൊക്കെ ഒന്ന് ശീലിപ്പിച്ചാൽ സാർ ഇപ്പൊ പറഞ്ഞ പോലെ